എൻ്റെ ഇന്നത്തെ റെസിപ്പി ഒരു ഷവർമ സാൻഡ്വിച്ചാണ്. ഇത് തയ്യാറാക്കാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അത്ര ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് നേരം വഴറ്റാനോ ഒന്നും ഒരു പണിയും ഇല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഈ കുക്കറിലേക്ക് ഞാൻ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെ വേണമെന്നില്ല, എല്ലോട് കൂടിയുള്ള പീസസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചിക്കൻ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളവും ചിക്കനും ഉണ്ട്, അത് രണ്ടും നമ്മൾ മാറ്റി വെക്കുക. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കാബേജ്, സവോള, പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിലേക്ക് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് ഇതിലേക്ക് ഇടുക. ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ഒരാവശ്യവുമില്ല. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ ഉപ്പിട്ടത് ഓർമ്മിച്ചിട്ട് വേണം ഉപ്പിടാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ഒഴിക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ആ ഒരൊറ്റ സമയം മതി. നമുക്ക് ആ ഒരു വെള്ളം ഇതിൽ പച്ചക്കറിയിൽ ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. അതാണ് നമ്മുടെ പച്ചക്കറിയുടെ വേവ് എന്ന് പറയുന്നത്. പച്ചക്കറി ഓവറായിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല. പച്ചക്കറി ഓവറായി വേവിച്ചെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും. ആ വെള്ളം ഇതിൽ കിടന്നൊന്ന് വറ്റണം. അതാണ് നമ്മുടെ പച്ചക്കറീൻ്റെ വേവ് എന്ന് പറയുന്നത്. ആ ഒരു രീതിക്ക് നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കന് ചെറിയ പീസസായി കട്ട് ചെയ്തത് 1 പിടി മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള വെള്ളവും കൂടി നല്ലോണം വറ്റി കിട്ടും. ഇപ്പോൾ ഇവിടെ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. നല്ല കറക്റ്റിൽ നമ്മുടെ പച്ചക്കറി വെന്തും കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്കാവാൻ പാടില്ല. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കുന്നത് ഇങ്ങനെയുള്ള നീളത്തിലുള്ള ബന്നിലാണ്. നിങ്ങൾക്ക് ബന്നോ കുബൂസോ അല്ലെങ്കിൽ ബ്രെഡോ യൂസ് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രെഡ് ബന്ന എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മേൽഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മേൽഭാഗവും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ 4 എണ്ണത്തിൻ്റെയും മേൽഭാഗവും സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് നമുക്കിത് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതേപോലെ ചെയ്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് പീസും ചെയ്യാം. അപ്പോൾ ഞാനിതാ എല്ലാം സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാലയും 1 കപ്പിൽ മയോണൈസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മയോണൈസിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് രണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസും കെച്ചപ്പും മസാലയും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഓരോ ബന്നും എടുത്ത് മിഡിലിൽ ഇതേപോലെ കട്ട് ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡ് കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ള് അങ്ങ് കട്ട് ചെയ്തെടുക്കരുത്. നമുക്ക് ഈ മസാല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലായി നിൽക്കണം. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ബന്ന എടുക്കുന്നതെങ്കിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് റൗണ്ട് ഷേപ്പിലുള്ള ബന്നാണെങ്കിൽ നിങ്ങൾ പകുതി കട്ട് ചെയ്ത് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കണം. നമ്മുടെ കൈകൾ കൊണ്ട് ജസ്റ്റ് മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അത് ഉള്ളിലേക്ക് നല്ലോണം നിൽക്കൂ. ഇനി ബ്രെഡാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനെല്ലാം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ ഗീയോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ യൂസ് ചെയ്യേണ്ട. അത് രണ്ടും എടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഈ മേൽഭാഗം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ എല്ലാം ഒരു ഭാഗം ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിഭാഗം റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് മേൽഭാഗത്ത് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ടോസ്റ്റ് ആയി കിട്ടും. 2 മിനിറ്റും വേണ്ട. അപ്പോൾ ഒരു ഭാഗം ഇതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗവും കൂടി റെഡി ആയാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ട്
അപ്പോൾ ഇത് നമ്മുടെ ഷവർമ സാൻഡ്വിച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പണിയൊന്നുമില്ല. പച്ചക്കറി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കനും ഒന്ന് വെന്ത് കിട്ടണം. എൻ്റെ അടുത്ത് ഇപ്പോൾ നീളത്തിലുള്ള ബന്നായതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിച്ചെന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രെഡാണ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഫസ്റ്റ് അരികിലൊന്ന് കട്ട് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ മസാല ഫില്ല് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.